എന്താണ് ജേണൽ, അതെന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 8 എൻട്രീസ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇതിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ആയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് എക്സ്പെൻസ് ഡിക്രീസ് ആയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലൈബിലിറ്റി ഇൻകം ക്യാപിറ്റൽ. ഇൻക്രീസ് ആയാൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ആയാൽ ഡെബിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ കാണുന്നതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഇവിടെ ഡേറ്റ് കോളമുണ്ട്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/1/2024 നടന്ന ഒരു ജേണൽ എൻട്രിയാണ്. പെയ്ഡ് റെൻറ്റ് ബൈ ക്യാഷ് 15,000 രൂപ നമ്മൾ റെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ട് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം റെൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? എക്സ്പെൻസ്, അതായത് റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അവിടെ എക്സ്പെൻസ് എന്താവുന്നു? കൂടുന്നു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ടാണ് റെൻറ്റ് കൊടുക്കുന്നത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് എന്ത് പറയുന്നു? അസറ്റ് കുറയുന്നു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. എമൗണ്ട് 15,000 രൂപയാണ് റെൻറ്റ് കൊടുത്തത്. ഡെബിറ്റിൽ 15,000 കാണിച്ചു, ക്രെഡിറ്റിൽ 15,000 കാണിച്ചു. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് നരേഷൻ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു എൻട്രി കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവണം. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ പെയ്ഡ് റെൻറ്റ് ബൈ ക്യാഷ് കൊടുത്ത്, ക്യാഷിലൂടെ, അതായത് ക്യാഷ് കൊടുത്താണ് റെൻറ്റ് കൊടുത്തത് എന്ന് ഞാനിവിടെ മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 1/1/2024 തന്നെയാണ് പെയ്ഡ് സാലറി ബൈ ക്യാഷ് 10,000 രൂപ സാലറി കൊടുത്തു. അപ്പോൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് അവിടെ കൂടുന്നു, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയുന്നു, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ്, അതിൽ 10,000 കാണിച്ചു. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 10,000 കാണിച്ചു. പെയ്ഡ് സാലറി ബൈ ക്യാഷ് നരേഷൻ കാണിച്ചു. അടുത്ത ദിവസം 1/2/2024 റിസീവ്ഡ് കമ്മീഷൻ 1000 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടി. നമുക്ക് കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്. അതായത് നമുക്കവിടെ ഒരു വരുമാനം ഉണ്ടായി. അപ്പോൾ നമുക്കവിടെ ക്യാഷ് കിട്ടി. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്. അസറ്റ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതാണ്, അപ്പോൾ അത് ഇൻകം ആയിട്ട് എടുക്കണം. അപ്പോൾ ഇൻകം കൂടിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു 1000 കാണിച്ചു, കമ്മീഷൻ റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്തു 1000 കാണിച്ചു, റിസീവ്ഡ് കമ്മീഷൻ എന്ന് നരേഷൻ കാണിച്ചു. അതേ ദിവസം തന്നെ പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ് 1,00,000 രൂപ നമ്മൾ കൊടുത്ത് ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വാങ്ങി. അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് അസറ്റ് വന്നു, അതായത് അസറ്റ് അവിടെ കൂടി. അസറ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. നമ്മൾ ക്യാഷാണ് കൊടുത്തത്, അതായത് അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു 1,00,000 കാണിച്ചു, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു 1,00,000 കാണിച്ചു, പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ് എന്ന് നരേഷനും കാണിച്ചു. അതേ ദിവസം തന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വേജസ് കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് വേജസ് ബൈ ക്യാഷ് 1000 രൂപ വേജസ് കൊടുത്തു. വേജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് അവിടെ ഇൻക്രീസ് ആകുന്നു. ഇൻക്രീസ് ആയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ വേജസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു 1000 കാണിച്ചു. നമ്മൾ ക്യാഷാണ് കൊടുത്തത്, അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു 1000 കാണിച്ചു. പെയ്ഡ് വേജസ് ബൈ ക്യാഷ് എന്ന് നരേഷനും കാണിച്ചു. അടുത്ത ദിവസം 1/3/2024 പർച്ചേസ് ഗുഡ്സ് ഫ്രം എക്സ് ആൻഡ് കമ്പനി 30,000. അതായത് നമ്മൾ ഗുഡ്സ് ആണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ്. ഇവിടെ എക്സ്പെൻസ് കൂടുന്നു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു 30,000 കാണിച്ചു. ഇനി നമ്മൾ ആരുടെ നിന്നാണ്
വാങ്ങിയത്? എക്സ് ആൻഡ് കമ്പനിയുടെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ എപ്പോഴായാലും അവർക്ക് പൈസ കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് എക്സ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ എന്താണ്, ഒരു ലൈബിലിറ്റിയാണ്. അപ്പോൾ ലൈബിലിറ്റി കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടു എക്സ് ആൻഡ് കമ്പനി ക്രെഡിറ്റ് ചെയ്തു, 30,000 കാണിച്ചു. പർച്ചേസ് ഗുഡ്സ് ഫ്രം എക്സ് ആൻഡ് കമ്പനി ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിച്ചു, നരേഷനും കാണിച്ചു. 1/3/2024 ഡെപ്പോസിറ്റ് ടു SBI 1,00,000. 1,00,000 രൂപ നമ്മുടെ SBI എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഒരു അസറ്റ് ആയിരിക്കും, അതിനുള്ളിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ 1,00,000 രൂപ അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ SBIയുടെ അക്കൗണ്ടിൽ 1,00,000 രൂപ നമ്മൾ ഇട്ടു എന്ന് പറഞ്ഞാൽ അവിടെ അസറ്റ് കൂടിയിട്ടുണ്ട്. SBI എന്ന് പറയുന്ന അസറ്റ് കൂടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, SBI ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, 1,00,000 കാണിച്ചു. ഇത് നമ്മൾ ക്യാഷാണ് കൊണ്ടിട്ടത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. നമ്മുടെ കയ്യിലിരുന്ന അസറ്റ് എന്ത് പറ്റി, നമ്മുടെ കയ്യിലിരുന്ന അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാഷ് അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് ചെയ്തു, 1,00,000 കാണിച്ചു ക്രെഡിറ്റ് സൈഡിൽ. ഡെപ്പോസിറ്റ് ടു ബാങ്ക് എന്ന് എന്ത് കാണിച്ചു, നരേഷനും കാണിച്ചു. പർച്ചേസ് കമ്പ്യൂട്ടർ ബൈ ചെക്ക് 30,000 രൂപയുടെ ചെക്ക് നമ്മൾ കൊടുത്ത് കമ്പ്യൂട്ടർ വാങ്ങി. നമ്മൾ പൈസ അല്ല കൊടുത്തത്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല. പകരം നമ്മൾ നേരത്തെ 1,00,000 രൂപ ഇട്ട, നമ്മളൊരു SBI ബാങ്കിൽ നേരത്തെ 1,00,000 രൂപ ഇട്ടായിരുന്നു. അതിൽ നിന്നും എടുത്തു, 30,000 രൂപ എഴുതി ചെക്ക് നമ്മുടെ പർച്ചേസ് ചെയ്ത സപ്ലയർക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറാണ് നമ്മൾ വാങ്ങിയത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. അസറ്റ് നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നു, അതായത് അസറ്റ് അവിടെ കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. 30,000 ഡെബിറ്റ് ചെയ്തു. ഇനി SBI ബാങ്കിൽ നിന്നുമാണ്, SBI ബാങ്കിൻ്റെ ചെക്കാണ് കൊടുത്തത്. SBI ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റാണ്. ഇവിടെ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. SBI ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, 30,000 കാണിച്ചു. പർച്ചേസ്ഡ് ബൈ ചെക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിച്ചു, നരേഷനും കാണിച്ചു.